റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന് 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വിവിധ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ജൂലൈ 19 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് വള്ളക്കടവ് സിബീസ് ഗാർഡനിൽ നടക്കും. ഹൈറേഞ്ചിന്റെ സാമൂഹിക സാംസ്കാരിക സേവന മേഖലകളിൽ നിരവധി മാതൃകാപരമായ ഇടപെടലുകൾ നടത്തി ശ്രദ്ധേയമായ റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് പുതിയൊരു സേവന വർഷത്തിലേക്ക് കടക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ളവർക്കിടയിൽ സമാധാനവും സൗഹൃദവും വളർത്തുക, അർഹരായവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക, മനുഷ്യരോടൊപ്പം പ്രകൃതിയുടെ സംരക്ഷണത്തിനും മുൻഗണന നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ക്ലബ്ബ് പ്രവർത്തിച്ചു വരുന്നത്. ഭവന നിർമ്മാണ പദ്ധതികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരോഗ്യ മേഖലകൾക്കുമുള്ള സഹായങ്ങൾ തുടങ്ങിയ നിരവധി സേവന പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 2025-26 റോട്ടറി വർഷത്തെ മികച്ച ക്ലബ്ബായി റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മുരിക്കാശ്ശേരി സ്നേഹമന്ദിരത്തിൽ നടപ്പാക്കിയ പേപ്പർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റായ ഹാൻഡ്സ് ഓഫ് ഹോപ്പ് റോട്ടറി ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതി കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര അംഗീകാരം നേടിയ ക്ലബിന്റെ പ്രധാന സേവന പ്രവർത്തനങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. മുൻ വർഷങ്ങളിലെ മികച്ച പ്രവർത്തനങ്ങളുടെ കരുത്തുമായി 2026-27 റോട്ടറി വർഷത്തിൽ റൊട്ടേറിയൻ ഷിബു പോൾ പ്രസിഡന്റായും, റൊട്ടേറിയൻ ബിനോയ് അഗസ്റ്റിൻ സെക്രട്ടറിയായും, റൊട്ടേറിയൻ ജിത്തു ജോസഫ് ട്രഷററായും, റൊട്ടേറിയൻ അഖിൽ വിശ്വനാഥൻ GR ആയും നേതൃത്വം ഏറ്റെടുക്കും. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഈ വരുന്ന ജൂലൈ 19 സിബീസ് ഗാർഡനിൽ വെച്ച് വൈകിട്ട് 6 മണിക്ക് നടത്തപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ അർത്ഥവത്തായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 2.5 കോടി രൂപയുടെ ഏകദേശം പ്രോജക്റ്റുകൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. വാർത്താ സമ്മേളനത്തിൽ അഖിൽ വിശ്വനാഥൻ, സന്തോഷ് ദേവസ്യ, PM ജെയിംസ്, ജിത്തു ജോസഫ്, ജിതിൻ കൊല്ലംകുടി, ജോസ് ഫ്രാൻസിസ്, ജോസുകുട്ടി, സുജിത്ത വിശ്വനാഥ്, ജോസ് കുര്യാക്കോസ്, ഷിബു പോൾ, ജിൻസ് മാനുവൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.